നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഭാഗം സ്വർഗത്തോപ്പാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ ഇറങ്ങുന്ന സൂറത്തുകൾ പരിശോധിച്ച് നോക്കുക. സൂറത്തുൽ ഹുജുറാത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഈ സൂറത്തുൽ ഹുജുറാത്ത്? എന്റെ പേരോ നിങ്ങളുടെ വീട്ടിന്റെ പേരോ എന്റെ വീട്ടിന്റെ പേരോ പറഞ്ഞ പോലെ സൂറത്തുണ്ടോ ഖുർആനിൽ? ഇല്ല. സൂറത്തുൽ ഹുജുറാത്ത് നബിയുടെ ഭാര്യമാര് താമസിച്ചതായ കുടിലുകളുടെ പേരിൽ ഒരു സൂറത്ത് ഖുർആനിൽ. ആ സ്ഥലം എന്തുകൊണ്ട്? ആദ്യമായിട്ട് ഈ ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ആദർശത്തിന് വേണ്ടി പട്ടിണി കിടന്നവരുടെ വീട്, പ്രയാസപ്പെട്ടവരുടെ വീടത്. മാസം 1 പൂർത്തിയായി, നിലാവ് അസ്തമിച്ചു, 2ാമത്തെ നിലാവ് അസ്തമിച്ചു, 3ാമത്തെ നിലാവ് അസ്തമിച്ചു. 3 മാസമായി ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല പറയും, ആയിഷ പറയുന്നു, തീ പിടിപ്പിച്ചിട്ടല്ല ഞങ്ങളുടെ വീട്ടിൽ 3 മാസം വിട്ട് കിടക്കുന്നു. അങ്ങനെ ഈ മതത്തിന് വേണ്ടി ആദ്യം പട്ടിണി കിടന്നവരുടെ വീടിനെ ഖിയാമത്ത് നാൾ വരെ നാം പഠിക്കാൻ വേണ്ടി സൂറത്തുൽ ഹുജുറാത്ത്, കുടിലുകളുടെ സൂറത്ത്. മദീന സന്ദർശിച്ചാൽ പോരാ, മദീനത്തെ പള്ളിയും ആ ഹുജുറാത്തും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ഹിക്മത്താകുന്ന സുന്നത്തുകളും നിങ്ങൾ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം, ഓതിക്കൊണ്ടേ ഇരിക്കണം ആ വീടുകളിലൂടെ എന്നല്ല പഠിപ്പിച്ചതായ ആ വീടുകൾ. ലോക മുസ്ലിങ്ങൾക്ക് ആ സകലം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാതൃകയായി ജീവിച്ചവരുടെ വീടുകൾ. വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റൂ, എന്തെങ്കിലും രൂപത്തിൽ ചിന്തിക്കേണ്ടതായ വീടുകളാണോ അത്? അല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നമസ്കരിക്കാൻ പഠിക്കുന്നു, നോമ്പ് പഠിക്കുന്നു, എല്ലാ അമലുകൾ പഠിക്കുന്നു. 40 കൊല്ലം റസൂൽ മരിച്ച ശേഷം ഇവിടെ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്ത് ഏകദേശം എല്ലാ ഖുലഫാകൾക്ക് മറുപടി നൽകുന്ന വ്യക്തിയായിട്ട് അള്ളാഹ് ഇവിടെ നിലനിർത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണ്, അവരെക്കാളും വിവരമുള്ള പെണ്ണ് ഈ ഉമ്മത്ത് മുഹമ്മദിലില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നമ്മുടെ ഇമാമുകൾ എഴുതി പോയിട്ടുള്ളത്. അവരെക്കാളും വിവരമുള്ള ഒരു പെണ്ണ് ഈ ഉമ്മത്ത് മുഹമ്മദിലില്ല എന്നാണ് ഈ മതത്തെക്കുറിച്ച്. എവിടെ വളർന്നു? അതേ റസൂൽ കിടക്കുന്ന റൂമിൽ വളർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കുമ്പോൾ ആയിഷയുടെ ഉറങ്ങുന്നതായ ആ വിരിപ്പിലേക്ക് കാല് നീട്ടുന്നു. കാരണം ചെറിയ റൂം, 5 മുഴം അകലം, 6 മുഴം നീളം മാത്രം. കാല് നീട്ടുമ്പോൾ ആയിഷ കാല് നീട്ടുന്നു. അപ്പോൾ റസൂലുള്ള കാല് മാറ്റി വെക്കുന്നു. കാരണം അത്ര സ്ഥലമേ ഉള്ളൂ, സുജൂദ് ചെയ്യാൻ വേറെ സ്ഥലമില്ല റൂമിൽ. എന്നാലും രാത്രി ഹയാത്താക്കുക എന്ന പദ്ധതി റസൂൽ ഒഴിവാക്കാറില്ല. റസൂൽ ഒഴിവാക്കാറില്ല എന്ന് മാത്രമല്ല, സഹാബാക്കൾ ഒഴിവാക്കാറില്ല. സഹാബാക്കൾ ഒഴിവാക്കാറില്ല എന്ന് മാത്രമല്ല, താബിഈങ്ങളും ഒഴിവാക്കാറില്ല, നമ്മുടെ ഇമാമികൾ ഒഴിവാക്കാറില്ല. ഒഴിവാക്കാറുള്ളത് ശേഷിക്കട്ട ഈമാന്റെ ഉടമകളായ ഇന്നത്തെ യുഗത്തിൽ ജീവിക്കുന്ന മുസ്ലിം വേഷധാരികൾ മാത്രമാണ്.